ബിഗ് ബോസ് മലയാളം സീസൺ 7ലെ പുതിയ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. നൂറയെയും ആദിലയെയും നൈസായിട്ട് ടാർഗറ്റ് ചെയ്യുകയാണ് അനീഷ്. അവരെ തമ്മിലടിപ്പിക്കാനുള്ള കുതന്ത്രമായിട്ടാണ് അവരുടെ അടുത്തേക്ക് വന്നത്. നൂറയെയും ആദിലയുടെയും അടുത്ത് പോയി കുറേ സംസാരിക്കുന്നുണ്ട്. അവർ പറയുന്നുണ്ട് അവരെ ഒരു കണ്ടസ്റ്റൻ്റായാണ് ബിഗ് ബോസ് അവരെ പരിഗണിക്കുന്നത് എന്ന്. അപ്പോൾ അനീഷ് പറയുന്നു, എനിക്ക് നിങ്ങളെ ഒരു കണ്ടസ്റ്റൻ്റായി കാണാൻ കഴിയില്ല. ടാസ്കുകളിലും മറ്റും ബിഗ് ബോസ് നിങ്ങളെ അങ്ങനെ കണ്ടാലും ഞാനൊരു പക്ഷേ നിങ്ങളെ രണ്ടുപേരെയും ഇൻഡിവിജ്വലായിട്ടാണ് കാണുന്നത് എന്ന്. നിങ്ങൾക്കൊരിക്കലും ഒരേ അഭിപ്രായമായിരിക്കില്ല. ഞാൻ പലപ്പോഴും നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേർക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരിക്കലും നിങ്ങളെ ഒരു കണ്ടസ്റ്റൻ്റായി കാണാൻ കഴിയില്ല എന്ന് അവരോട് പറയുന്നുണ്ട്. അപ്പോൾ ആദില പറയുന്നുണ്ട്, എനിക്ക് ഇന്നലെ ടാസ്കിൽ തന്നെ ശൈത്യയുടെ മുഖത്ത് തേക്കാനായിരുന്നു ആഗ്രഹം. ഇവളാണ് പറഞ്ഞത് നിങ്ങളുടെ മുഖത്ത് തേക്കാൻ. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് നിങ്ങളുടെ മുഖത്ത് തേക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്ന് ആദില പറഞ്ഞു. അപ്പോൾ അനീഷ് ഉടനെ തന്നെ അതിൽ കയറി പിടിച്ചു. കണ്ടില്ലേ, നിന്റെ അഭിപ്രായത്തിന് അവിടെ ഒരു വിലയുമില്ല. നീ അടിച്ചമർത്തപ്പെട്ടു, നീ ചവിട്ടി തേക്കപ്പെട്ടു. നൂറ പറഞ്ഞതാണ് നടന്നത്. നിങ്ങൾക്കിടയിൽ ആദിലക്ക് ഒരു വിലയുമില്ല. നീ അവളെ അടിമപ്പെട്ട് ജീവിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്കിടയിൽ രണ്ട് അഭിപ്രായമുണ്ട് എന്ന്. നിങ്ങൾക്കൊരിക്കലും ഒരു കണ്ടസ്റ്റൻ്റായി നിൽക്കാൻ കഴിയില്ല. നിനക്കവിടെ ഒരു വിലയുമില്ല. നൂറയാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. നൂറയുടെ തീരുമാനമാണ് നിങ്ങൾക്കിടയിൽ നടക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ഒരുപാട് ശ്രമിച്ചു. എന്തൊക്കെ പറഞ്ഞാലും അവർ അത് സീരിയസ് ആയി എടുത്തില്ല. അവർ രണ്ടുപേരും ചേർന്ന് അനീഷിന് നേരെ തിരിയുകയാണ് ചെയ്തത്. ഇനിയുള്ള വരും ദിവസങ്ങളിൽ ഇവർക്കിടയിൽ ഇതുപോലുള്ള തീപ്പൊരികൾ വന്നു വീഴാൻ സാധ്യത വളരെ കൂടുതലാണ്. സോ അവസാനം ഇവർ അടിച്ചു പിരിയുമോ? അതായത് ഇവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ ഇത് മതി. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. സപ്പോർട്ട് ചെയ്യാത്ത കൂട്ടുകാർ എന്തായാലും സപ്പോർട്ട് ചെയ്യണേ.